രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ വിയോഗം നമ്മളെ അറിയിക്കാത്ത രീതിയിൽ ആ സ്ഥാനത്ത് കയറിയിരിക്കാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട്. 1000 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു അപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ചെറിയൊരു പോളിസി മാത്രമാണ് BA ആളൂരിന്റെ പ്രൊഫഷണൽ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. നാർസിസ്റ്റിക് സ്വഭാവങ്ങളോടുള്ള സാമ്യത, സഹാനുഭൂതി ഇല്ലായ്മ, പൊതുജനത്തെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ എന്നിവയാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഒരു യൂട്യൂബ് ലൈഫാണ് രാഹുൽ ഈശ്വറിനും ഉള്ളത്. ഇവിടെ BA ആളൂര് പൊതുജനത്തെ സ്വാധീനിക്കാനുള്ള, അതായത് മാനിപ്പുലേഷന്റെ കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ കയ്യിൽ നിന്ന് തന്നെ ഡിഗ്രി എടുക്കേണ്ടി വരും. അദ്ദേഹം ശ്രദ്ധ നേടുന്നത് മാധ്യമങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിട്ടാണ്. സമൂഹത്തിൽ സെൻസിറ്റീവായ, ശ്രദ്ധ കിട്ടാൻ നല്ല സാധ്യതയുള്ള എല്ലാ കേസുകളിലും പ്രതിഭാഗം ചേർന്ന് യൂട്യൂബ് ജഡ്ജായിരുന്നു വാദിക്കലാണ് അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി. വാർത്താ പ്രാധാന്യവും വിസിബിലിറ്റിയും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അജണ്ടയിൽ പെടുന്ന ഒരു കാര്യമാണ്. എമ്പതി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുപോലെയാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും സംസാരിക്കുക. വ്യക്തികളുടെ വേദനയെയും അതുപോലെ തന്നെ സ്വകാര്യതയെയും ഒരിക്കലും രാഹുൽ ഈശ്വർ ഈ സമയത്ത് മാനിക്കാറില്ല. വിവാദമുണ്ടാക്കി പ്രശസ്തി നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറൊരു ഉദ്ദേശശുദ്ധിയും ഇല്ലതാണ്. രാഹുൽ ഈശ്വർ തന്റെ സോ കോൾഡ് ചർച്ചകളിലൂടെ പരാതിക്കാരിയുടെ സൂചനകൾ പുറത്തുവിടുക, എന്നിട്ട് അവരെ സൈബർ ഇടത്തിലെ അദ്ദേഹത്തിന്റെ പോരാളികളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുക. ഇത് നിയമപരമായി നോക്കുകയാണെങ്കിൽ ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരിക്ക് നിയമം നൽകുന്ന എല്ലാ സംരക്ഷണങ്ങളെയും ലംഘിക്കുന്നതിന് തുല്യമാണ്. പരാതിക്കാരെ വ്യക്തിപരമായി ആക്രമിച്ച് പരാതി വ്യാജമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവുമാണ്. കോടതി നടത്തേണ്ട വിചാരണ മാധ്യമങ്ങളിലൂടെ നടത്താൻ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടേയിരിക്കും. പ്രതി ചേർക്കപ്പെട്ടയാൾ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ മാത്രം ഉന്നയിച്ച് കേസിന്റെ സ്വഭാവവും ഗൗരവവും കുറച്ചു കാണിക്കാനും സത്യസന്ധതയില്ലാത്ത വാദങ്ങൾ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അദ്ദേഹം എപ്പോഴും മുൻകൈ എടുത്തുകൊണ്ടേയിരിക്കും. രാഹുൽ ഈശ്വറിന്റെ ഈ ഇടപെടലുകൾ ഒറ്റപ്പെട്ടതല്ല, മറിച്ച് സ്ത്രീകളെ എതിർക്കുന്ന ഒരു വലിയ സംഘടിത ആക്രമണത്തിന്റെ ഭാഗം കൂടിയാണിത്. ഇരയ്ക്കും പരാതിക്കാരിക്കുമൊക്കെ എതിരായി പൊതുസമൂഹത്തിൽ തെറ്റായ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും അതുവഴി അവരെ സൈബർ ഇടത്തിൽ വലിച്ചു കീറുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഈ സംഘത്തിൽ സ്ത്രീകളും ഉത്തരവാദിത്തപ്പെട്ടവരും ഉണ്ട് എന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഗൗരവം വെളിവാകുന്നത്. വ്യാജ മീറ്റു പോലെയുള്ള വാദങ്ങൾ ഉയർത്തിയാണ് ഇവർ സ്ത്രീകളെ എതിർക്കുന്നത്. അങ്ങനെയുള്ള ചെറിയൊരു ശതമാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന എല്ലാവരെയും അതേ ത്രാസിൽ തന്നെ തൂക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ അജണ്ട. സ്ത്രീകൾ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ള ഒരു പാട്രിയാർക്കി പുരുഷ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ രാഹുൽ ഈശ്വർ ഏതു വഴിയേയും നടക്കും. ഈ കൂട്ടത്തിൽ തന്നെ സ്ത്രീപക്ഷ നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന ഒരു അവബോധം സമൂഹത്തിലേക്ക് ഇഞ്ചിഞ്ചായി കുത്തിക്കയറ്റാനും രാഹുൽ ഈശ്വർ മടിക്കാറില്ല. രാഹുൽ ഈശ്വറിന്റെ ഈ ഇടപെടലുകളൊക്കെ അമിതമായ ശ്രദ്ധ നേടാനും, അതായത് അറ്റൻഷൻ സീക്കിങ്ങിനും സ്വന്തം നിലപാടുകൾ സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയുള്ള നാർസിസ്റ്റിക് പ്രവണത മാത്രമാണ്. ഒരാൾ കുറ്റക്കാരനാണോ എന്ന് കോടതിയാണ് വിധിക്കേണ്ടത്. എന്നാൽ കോടതിയുടെ ഈ നിയമ നടപടികളിലൂടെ പോലും താൻ പിന്താങ്ങുന്ന ആൾ കടന്നു പോകേണ്ട കാര്യമില്ല എന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന. അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലും ഇപ്പോൾ വലിയ കാര്യമല്ല. രൂപക്കൂട്ടിൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാഹുലിന് ഇതൊക്കെ ഒരു പൊൻതൂവൽ മാത്രമാണ്. ക്രിമിനലുകളെ വരെ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് വരെ നാണക്കേടുണ്ടാക്കുന്ന ഇപ്പോഴത്തെ മെൻസ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് രാഹുൽ ഈശ്വറിനെ അവരുടെ രാജാവായി പ്രഖ്യാപിക്കുന്ന സമയം ഒട്ടും പിന്നിലല്ല.